1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. മാലാഖ കുട്ടികളോടൊപ്പം ഒരു ദിനം കൈനീട്ടം സ്നേഹക്കൂട്ടായ്മ ഒതായി ലവ് ഷോർ സ്പെഷ്യൽ സ്കൂളിൽ ഒത്തുചേർന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന കൂട്ടായ്മ പ്രവർത്തകർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആടിയും പാടിയും പറഞ്ഞും കുട്ടികളോടൊന്നിച്ച് ചെലവഴിച്ചു. ചടങ്ങ് മുൻ MLA PV അൻവർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വള്ളിൽ ഹനീഫ അധ്യക്ഷനായി. ഡോക്ടർ അബ്ദുസലാം കണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ ജമീല ലത്തീഫ്, ഒതായി ലവ് ഷോർ കോർഡിനേറ്റർ CT അബ്ദുൽ ഗഫൂർ, പ്രിൻസിപ്പൽ രജനി, PTA പ്രസിഡന്റ് ഷെരീഫ്, കാക്കു ഫൗണ്ടേഷൻ കൺവീനർ അഷ്റഫ് പുളിക്കൽ, PV ഷാഫി, ഹംദാൻ, റഹീം തഞ്ചേരി, TK മനോജ് ബാബു എടവണ്ണ, ബേബി ഷഹർഷാദ തുടങ്ങിയവർ സംസാരിച്ചു. ഇവരെ കാണുമ്പോൾ നമ്മൾ പറയൂ ഭിന്നശേഷി മക്കള്, ഓട്ടീസം മക്കള്. ശരിക്കും ഇവരല്ല ഭിന്നശേഷി മക്കളും ഓട്ടീസം മക്കളും നമ്മളാണ്. ഇവർക്ക് കൈകാല് പ്രയാസം ഉണ്ടാവും, ബുദ്ധിക്ക് ചിലപ്പോൾ ചെറിയ പ്രയാസം ഉണ്ടാവും. നമുക്ക് അള്ളാഹു കൈകാല് തന്ന്, ബുദ്ധി തന്ന്, നല്ല മനസ്സ് തന്ന്, കണ്ണ് തന്ന്, ചെവി തന്ന്. അങ്ങനെയുള്ള നമ്മളാണ് ശരിക്കും ഭിന്നശേഷി മക്കൾ. എന്തുകൊണ്ടെന്നറിയോ? ഇവരെ പറ്റി നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല. ഇവരെ പറ്റി നമ്മൾ നല്ലത് പറഞ്ഞ് ചെവിയോട് കേൾക്കുന്നില്ല. നമ്മൾ ഇവരെ പറ്റി നല്ല കാര്യങ്ങൾ മറ്റുള്ളവരോട് നാവുകൊണ്ട് പറയുന്നില്ല. ഇവരുള്ളിടത്ത് നമ്മൾ ഈ കാല് കൊണ്ട് നടന്നു പോയി കാണുന്നില്ല. ഇവരെ നമ്മൾ ഈ കൈ കൊണ്ട് സഹായിക്കുന്നില്ല. ഇത് എല്ലാം ചെയ്യാത്ത നമ്മളല്ലേ ഭിന്നശേഷി? ശരിക്കും നമ്മളല്ലേ ഭിന്നശേഷി? ഇവരല്ലല്ലോ. ഇവർക്ക് ഇങ്ങനത്തെ ചെറിയ വിഷമങ്ങളേ ഉള്ളൂ. പക്ഷെ ഇവരുടെ മനസ്സ് നല്ല മനസ്സാണ്. ഇവരെ ഹൃദയം നല്ല ഹൃദയമാണ്. ഇവർക്കെല്ലാം അറിയാം. പക്ഷെ ഇവർക്ക് ചില കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള മക്കളെ ശരിക്കും പരിപാലിക്കുന്ന ഉമ്മമാരെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കുക. ഉപ്പമാരെ പറ്റി ചിന്തിച്ചു നോക്കിയാൽ അവര് ജീവിതത്തിൽ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. നമ്മളെ വീട്ടിൽ ഒരു ഭിന്നശേഷി കുട്ടിയോ എല്ലാവരും ഓട്ടിസം കുട്ടിയോ നമ്മളെ വീട്ടിൽ ജനിച്ചതാണെങ്കിൽ നമ്മളെ വിഷമങ്ങളൊന്നും ആലോചിച്ചൊക്കെ അതാരും ചിന്തിക്കുന്നില്ല. കൈനീട്ടം കൂട്ടായ്മയുടെ ആദ്യ പ്രോഗ്രാമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും ഇത്രയും നിറഞ്ഞ ആളുകളെ ഇവിടെ പങ്കെടുത്തതിന് ഇതിന് സംഘാടകരെ പ്രത്യേകിച്ച് ഗഫൂർ സാഹിബിനെ മുക്തകട പ്രശംസിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ പന്നിക്കോട് ലവ് ഷോറിലും പ്രിയങ്കരനായ ഹംദാന്റെ ശ്രദ്ധയിലേക്ക് 3 പ്രോഗ്രാം നമ്മൾ അവിടെ നടത്തുകയുണ്ടായി. കൈനീട്ടം സ്നേഹക്കൂട്ടായ്മയും അവിടെ പ്രോഗ്രാം നടത്തി. ആ സമയത്ത് ഒരു ബ്ലോഗർ വന്നിരുന്നു. ബ്ലോഗർ അവിടെയുള്ള കുട്ടികളെ കാണുകയും അവിടെയുള്ള നിസ്കാരപ്പള്ളി സന്ദർശിക്കുകയും അത് നമ്മുടെ വിദേശത്തുള്ള മനസ്സുകൾ ഏറ്റെടുത്തുകൊണ്ട് ആ പള്ളിയിലേക്ക് ആവശ്യമായ കാർപ്പറ്റ് സ്പോൺസർ ചെയ്യിപ്പിക്കാൻ നമ്മുടെ കൂട്ടായ്മ പ്രവർത്തിക്കൊണ്ട് സാധിച്ചു എന്ന് പറയാൻ അഭിമാനമുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും കൂടെ നിൽക്കുന്ന എംപ്ലാനറ്റ് കെയർ അരീക്കോട് ലവ് ഷോർ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് കൈനീട്ടം സ്നേഹക്കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച ഇശൽ വിരുന്നും അരങ്ങേറി. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.